അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന അതിമഹത്തായ രാവ് ഒരിക്കലും പ്രവേശിക്കാത്ത 5 വിഭാഗം വീടുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം വിശുദ്ധ റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ദിനങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യവും പാപമോചനവും വർഷം പോലെ ചൊരിയപ്പെടുന്ന ലൈലത്തുൽ ഖദർ എന്ന മഹത്തായ രാവിനെ നാം ഓരോരുത്തരും പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും കാത്തിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാമും അവരുടെ രക്ഷിതാവിൻ്റെ ഉത്തരവ് പ്രകാരം എല്ലാ കാര്യങ്ങൾക്കുമായി ആ രാത്രി ഇറങ്ങി വരുന്നു. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കൂ. ആ പവിത്രമായ രാത്രിയിൽ ആകാശലോകത്ത് നിന്ന് കാരുണ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അവർ ഓരോ വിശ്വാസിയുടെയും വീട്ടിൽ പ്രവേശിക്കുകയും അള്ളാഹുവിനെ സ്മരിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും വേണ്ടി സലാം ചൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ചില വീടുകളിൽ പ്രവേശിക്കാൻ ഈ കാരുണ്യത്തിൻ്റെ മലക്കുകൾ വിസമ്മതിക്കുന്നു. അള്ളാഹുവിൻ്റെ ബറക്കത്തും റഹ്മത്തും ആ വീടുകളിൽ നിന്ന് തടയപ്പെടുന്നു. നമ്മുടെ വീടുകൾ അത്തരത്തിൽ മലക്കുകൾ വെറുക്കുന്ന ഒരിടമായി മാറിയിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും ഭയത്തോടെ സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളുടെ വെളിച്ചത്തിൽ ലൈലത്തുൽ ഖദറിൻ്റെ അനുഗ്രഹം തടയപ്പെടുന്ന 5 തരം വീടുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായി, വിഗ്രഹങ്ങളോ സചേതനമായവയുടെ ചിത്രങ്ങളോ ഉള്ളിൽ വെക്കുന്ന വീടുകൾ. അള്ളാഹു അല്ലാത്ത ഒന്നിനെയും ആരാധിക്കാനോ ആദരിക്കാനോ പാടില്ല എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ്. വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനോട് സാമ്യപ്പെടുത്തുന്ന രീതിയിൽ ഉണ്ടാക്കിയ മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ ചിത്രങ്ങളോ ആദരവോടെ വെച്ചിട്ടുള്ള വീടുകളിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന് ഹദീസുകളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ വീടുകളിലെ ലിവിംഗ് റൂമുകളിലോ ബെഡ്റൂമുകളിലോ ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വലിയ പ്രതിമകൾ, അല്ലെങ്കിൽ മരിച്ചുപോയ പ്രശസ്തരായ വ്യക്തികളുടെയോ സിനിമാ താരങ്ങളുടെയോ വലിയ ചിത്രങ്ങൾ ആദരവോടെ ഭിത്തിയിൽ തൂക്കിയിടുന്നത് മലക്കുകളെ അകറ്റും. പകരം ഖുർആൻ വചനങ്ങൾ മനോഹരമായി എഴുതിയ കാലിഗ്രഫികളോ പ്രകൃതി ദൃശ്യങ്ങളുടെ ചിത്രങ്ങളോ വെക്കുന്നത് വീടിന് ആത്മീയ ചൈതന്യം നൽകും. രണ്ടാമതായി, നായയെ വളർത്തുന്ന വീട്. വീടിനുള്ളിൽ നായയെ വളർത്തുന്നത് മലക്കുകളുടെ സന്ദർശനം തടയുമെന്ന് ഹദീസുകളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വേട്ടയാടൽ, കാവൽ, കൃഷി തുടങ്ങിയ ശർഈയായ ആവശ്യങ്ങൾക്കല്ലാതെ കേവലം ഒരു അലങ്കാരത്തിനോ വിനോദത്തിനോ വേണ്ടി നായയെ വീടിനുള്ളിൽ താമസിപ്പിക്കുന്നത് വലിയ തെറ്റാണ്. നായയുടെ ഉമിനീരും ശരീരവും അശുദ്ധമാണ്. ഇത് വീടിൻ്റെ ശുദ്ധിയെ നശിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, ഇന്നത്തെ കാലത്ത് പലരും പെറ്റ്സ് എന്ന നിലയിൽ നായകളെ ബെഡ്റൂമുകളിലും സോഫകളിലും ഇരുത്തി വളർത്താറുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഒരു വിശ്വാസിയുടെ വീട്ടിൽ കാരുണ്യത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുന്നതിന് പകരമായി ഒരു നായയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് എത്ര വലിയ നിർഭാഗ്യമാണ്. കാവലിനായി നായയെ ആവശ്യമുണ്ടെങ്കിൽ അതിന് വീടിന് പുറത്ത് പ്രത്യേക കൂട് കെട്ടി താമസിപ്പിക്കാവുന്നതാണ്. ഇനി മൂന്നാമതായി, വലിയ അശുദ്ധിയുള്ളവർ കുളിക്കാതെ സമയം വൈകിക്കുന്ന വീടാണ്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധി ഇസ്ലാമിൽ വളരെ പ്രധാനമാണ്. ദമ്പതികൾ തമ്മിലുള്ള ബന്ധം മൂലമോ മറ്റോ വലിയ അശുദ്ധി നിർബന്ധമായാൽ എത്രയും വേഗം കുളിച്ച് ശുദ്ധിയാകേണ്ടതുണ്ട്. അടുത്ത നമസ്കാര സമയമാകുന്നതിന് മുമ്പായി കുളി നിർബന്ധമാണ്. എന്നാൽ അലസത കാരണം നമസ്കാരം ഖളാ ആക്കുന്ന രീതിയിൽ മണിക്കൂറുകളോളം ജനാബത്തുള്ള അവസ്ഥയിൽ തുടരുന്നത് ആ വീടുകളിൽ മലക്കുകൾ പ്രവേശിക്കുന്നത് തടയാൻ കാരണമാകും. ഉദാഹരണത്തിന്, രാത്രിയിൽ ജനാബത്തായ ഒരാൾ സുബ്ഹി നമസ്കാരത്തിന് എഴുന്നേൽക്കാതെ കിടന്നുറങ്ങുകയും ഉച്ചയാകുന്നതുവരെ കുളിക്കാതെ സമയം കളയുകയും ചെയ്യുന്നത് ആ വീടിനെ ആത്മീയമായ മലിനീകരണത്തിന് കാരണമാക്കുന്നു. ലൈലത്തുൽ ഖദർ പോലെയുള്ള പുണ്യരാവുകളിൽ ശരീരശുദ്ധി പാലിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ അത്യന്താപേക്ഷിതമാണ്. നാലാമതായി, കുടുംബബന്ധം മുറിക്കുന്നവർ താമസിക്കുന്ന വീട്. അള്ളാഹു ഏറ്റവും അധികം വെറുക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് കുടുംബബന്ധം മുറിക്കൽ. രക്തബന്ധമുള്ളവരുമായി പിണങ്ങി നിൽക്കുന്നവർ, അവരോട് സംസാരിക്കാത്ത, അവരെ ദ്രോഹിക്കുന്ന ആളുകൾ താമസിക്കുന്ന വീടുകളിലേക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ഇറങ്ങുകയില്ല. കുടുംബബന്ധം ചേർക്കുന്നിടത്താണ് അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാവുക.
ഉദാഹരണത്തിന്, ഒരു വീട്ടിൽ 2 സഹോദരങ്ങൾ ഒരേ കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്നുണ്ടെങ്കിലും സ്വത്തു തർക്കത്തിൻ്റെയോ മറ്റോ പേരിൽ വർഷങ്ങളായി പരസ്പരം മിണ്ടാതെ നടക്കുന്നു. ഇത്തരമൊരു വീട്ടിൽ ലൈലത്തുൽ ഖദറിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല. നമ്മൾ എത്രയൊക്കെ ആരാധനകൾ ചെയ്താലും നമ്മുടെ ഹൃദയത്തിൽ കുടുംബങ്ങളോടുള്ള വെറുപ്പുണ്ടെങ്കിൽ ആ ദുആകൾ അള്ളാഹു സ്വീകരിക്കില്ല. ഈ പുണ്യരാവിൽ പിണക്കങ്ങൾ മറന്ന് ബന്ധങ്ങൾ പുതുക്കേണ്ടത് നിർബന്ധമാണ്. 5-മതായി, പാപകർമ്മങ്ങൾ സ്ഥിരമായി നടക്കുന്ന വീട്. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ. പാപകർമ്മങ്ങൾ സ്ഥിരമായി നടക്കുന്ന വീടുകളിൽ നിന്ന് മലക്കുകൾ അകന്നു നിൽക്കും. മദ്യപാനം, ചൂതാട്ടം, പലിശ ഇടപാടുകൾ, വ്യഭിചാരം, അശ്ലീല വിനോദങ്ങൾ, പരദൂഷണം തുടങ്ങിയവ നടക്കുന്ന ഒരിടത്ത് മലക്കുകൾക്ക് സ്ഥാനമില്ല. ഉദാഹരണത്തിന്, ഒരു വീട്ടിലെ റമദാൻ രാവുകളിൽ പോലും അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് പകരം ടെലിവിഷനുകളിലെ അശ്ലീല പരിപാടികളോ മൊബൈലിലെ ഹറാമായ വിനോദങ്ങളോ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മദ്യപിച്ചുകൊണ്ട് സമയം കളയുക. ഇങ്ങനെയുള്ള വീടുകൾ ലൈലത്തുൽ ഖദറിൻ്റെ പവിത്രതയ്ക്ക് നിരക്കാത്തതാണ്. അത്തരം വീടുകളിൽ മലക്കുകൾക്ക് പകരം പിശാചുക്കളായിരിക്കും വസിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടോ എന്ന് നാം ഇന്ന് തന്നെ പരിശോധിക്കണം. നമ്മുടെ വീടുകൾ കേവലം കല്ലും സിമൻറ്റും കൊണ്ടുണ്ടാക്കിയ കെട്ടിടങ്ങളല്ല. അവ അള്ളാഹുവിൻ്റെ സ്മരണ നിലനിൽക്കുന്ന, മലക്കുകൾ സന്തോഷത്തോടെ പ്രവേശിക്കുന്ന, സമാധാനത്തിൻ്റെയും കരുണയുടെയും ഭവനങ്ങളായി മാറണം. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ നിന്ന് വിഗ്രഹങ്ങളും ഹറാമായ ചിത്രങ്ങളും നീക്കം ചെയ്യാം. നായകളെ വീടിനുള്ളിൽ വളർത്തുന്നത് ഒഴിവാക്കാം. ശരീരശുദ്ധി പാലിക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്താം. ഏറ്റവും പ്രധാനമായി കുടുംബങ്ങളുമായുള്ള എല്ലാ പിണക്കങ്ങളും തീർത്ത് ബന്ധങ്ങൾ പുതുക്കാം. പാപകർമ്മങ്ങളിൽ നിന്ന് നമ്മുടെ വീടുകളെ പൂർണ്ണമായും മുക്തമാക്കാം. എങ്കിൽ മാത്രമേ ലൈലത്തുൽ ഖദറിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾക്കും മലക്കുകളുടെ സലാമിനും നമ്മുടെ വീടും നാമും അർഹരായിത്തീരുകയുള്ളൂ. അള്ളാഹു നമ്മുടെ വീടുകളെ അനുഗ്രഹീതമാക്കുകയും ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന സൽക്കർമ്മങ്ങളിൽ നമ്മെയും ഭാഗ്യവാന്മാരിൽ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.